നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ 1-1.5 ലക്ഷം രൂപയ്ക്കൊക്കെ മേടിക്കുന്ന വണ്ടിക്കകത്തൊന്നും ഈ സെറ്റപ്പുകളൊന്നും ഇല്ല, ഇങ്ങനത്തുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. ട്രാക്ഷൻ കൺട്രോൾ 0 ആക്കി കഴിഞ്ഞാൽ ഇനി ഇത് വർക്ക് ചെയ്യും കണ്ട. പക്ഷെ നിങ്ങൾക്ക് തരുന്ന വണ്ടി ബ്രാൻഡ് ന്യൂ ആയിരിക്കും, യൂസ്ഡ് ഒന്നും ആയിരിക്കത്തില്ല ഒരിക്കലും. വെൽക്കം ബാക്ക് ടു RC-RX. നമ്മുടെ കയ്യിൽ MJXൻ്റെ ഒരു പുതിയ RC കാർ വന്നിട്ടുണ്ട്. ഇത് 1/14 സ്കെയിലാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബാ. ഈ MJX എന്ന് പറയുന്ന ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്വാളിറ്റി അത്രയധികം അപാരമാണ്. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ആരും വായിക്കാത്തൊരു മാനുവലാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു കുഞ്ഞൻ ബോക്സ് കാണും. ഈ കുഞ്ഞൻ ബോക്സിൽ നമ്മുടെ റിമോട്ട്, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചൊക്കെ ഓടിച്ചൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. അതുപോലെ ഇതിൽ 2 സെറ്റ് ഓഫ് ടയേഴ്സ് കിടപ്പുണ്ട് ഓൾറെഡി. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇതൊരു ടൈപ്പ് ഓഫ് MT ടയർ പോലെയൊക്കെ ഇരിക്കുന്ന ഡ്രിഫ്റ്റ് വീൽസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഒരു കിറ്റിൽ വരുന്നതാണ് കേട്ടോ. ഡ്രിഫ്റ്റ് വീൽസ് പ്ലസ് ഇതിൽ 2 ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ ഹെക്സ് അടിക്കുന്ന സാധനമാണ് മെയിനായിട്ടുള്ളത്. ഇത് ഹൈപ്പർഗോ 14301 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് ഡ്രിഫ്റ്റും ചെയ്യും, അതുപോലെ തന്നെ ഇത് റാലിയും ഓടിക്കാൻ പറ്റും. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ ലാസ്റ്റ് ഹൈപ്പർഗോ റിവ്യൂ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്മാക്സിൻ്റെ കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇത് ആർമ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാറിൻ്റെ കുഞ്ഞൻ കോപ്പി ആയിട്ടാണ് ആക്ച്വലി എനിക്ക് ഈ വണ്ടി തോന്നുന്നത്. ബിൽഡ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്. ഹെവി ബിൽഡ് ക്വാളിറ്റി, നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ബോഡി കണ്ട, അതിൻ്റെ അടിഭാഗം നല്ല സ്ക്രാച്ച് ഉണ്ട്. ഇത് ഫുൾ മെറ്റലാണ് കണ്ട, ഇത് ഫുൾ മെറ്റലാണ്. ചെറിയ പിന്ന് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ബോഡി നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കണം. നമ്മുടെ ഹൈപ്പർഗോ 16 സ്കെയിൽ നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്തത് വണ്ടി ഇതുപോലെ ക്ലിപ്പ് ചെയ്യേണ്ട. എക്സ്മാക്സ് പോലെ തന്നെ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാം. ഇതൊരു ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി, അത്ര എളുപ്പമുള്ള ക്ലിപ്പൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം. ഇതിൽ ലൈറ്റ്സ് ഉണ്ട്, അതിൻ്റെ സെറ്റപ്പാണ് ഇത് ഈ കാണുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ്. അപ്പോൾ ലാസ്റ്റ് ഹൈപ്പർഗോ നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു കവർ അതിലില്ലായിരുന്നു. ഇത് ആക്ച്വലി പൊടി കയറാതിരിക്കാനുള്ളൊരു കവറാണ്. ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഇത് നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുമെങ്കിലും അത്യാവശ്യം ഒരു കല്ലൊക്കെ വന്ന് കയറി നിന്നാൽ വണ്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇത് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് റോഡിൽ ചരലിൽ ഒക്കെ യൂസ് ചെയ്യാം, അല്ലാതെ കട്ട ഓഫ് റോഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പോൾ ഇതൊരു റിവ്യൂവിന് വേണ്ടി അയച്ചു തന്ന വണ്ടിയാണ്. അത്യാവശ്യം ഓടിച്ച് ഇതിൻ്റെ പരിപ്പിളകി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മ നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടിക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് തരുന്ന വണ്ടി ബ്രാൻഡ് ന്യൂ ആയിരിക്കും, യൂസ്ഡ് ഒന്നും ആയിരിക്കത്തില്ല ഒരിക്കലും. അപ്പോൾ ഇതിന് ഈ ഒരു കവറിൻ്റെ ക്ലിപ്പ് നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ കവറ്. അത് അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്ത് ഒരു മൊത്തം 3 ക്ലിപ്പാണ് ഗ്രേസ്, 3 ക്ലിപ്പാണുള്ളത്. അപ്പോൾ 3 ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ ഷെല്ല് വെക്കില്ല. എന്നാൽ ഈ കല്ലൊന്നും ഭയങ്കര ഹാർഡായിട്ടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ റിമോട്ടെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ല, പറയാം. റിമോട്ട് ഓണാക്കി കഴിഞ്ഞു. ഓക്കെ, റിമോട്ട് ഓണാക്കി. ഇതിപ്പോൾ പെയറായി കണ്ടോ, ഇതിപ്പോൾ പെയറായി. അപ്പോൾ റിമോട്ട് തിരിക്കുന്ന അനുസരിച്ച് ഇത് തിരിയുന്നുണ്ട്. ഇനിയുള്ളൊരു പ്രത്യേകത അല്ല, ഇത് തന്നെ തിരിയും. ഇതാണ് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയും. ഇത് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓൺ റോഡിലും ഈ ഒരു ഫംഗ്ഷൻ ആക്ച്വലി നമുക്ക് ഒരുപാട് ഉപകരിക്കും. വണ്ടിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ ഇതിപ്പോൾ ഇത് 0 ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ 0 ആക്കി കഴിഞ്ഞാൽ ഇനി ഇത് വർക്ക് ചെയ്യും കണ്ട. പക്ഷേ ഇത് നമ്മളൊരു 50% വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 50% വർക്ക് ചെയ്യും. ഇത് നമ്മൾ 100% വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഭയങ്കര ട്രാക്ഷൻ ആയിരിക്കും. അത് വണ്ടി ഇങ്ങനെ തിരിയുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രണ്ടിലെ വീൽസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അടിച്ചടിച്ച് കറങ്ങി കണ്ടത് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചിരിക്കും കണ്ട. ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് തിരിഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ കൂടുതൽ 50% ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓടിച്ചപ്പോൾ ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയത്.
അത്യാവശ്യം നല്ല പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2S ബാറ്ററി ആണെന്ന് പറഞ്ഞല്ലോ, 2S ബാറ്ററിയാണ്. ഇത് 3S വരെ സപ്പോർട്ട് ചെയ്യും. ഇതുണ്ടോ, ഇത് ബ്രഷ്ലെസ് മോട്ടറും ബ്രഷ്ലെസ് ESCയും ആണ്. അപ്പോൾ ബ്രഷ്ഡും ബ്രഷ്ലെസ് 2 ടൈപ്പ് ഓഫ് ESCകളുണ്ട്, മോട്ടറുകളും ഉണ്ട്. അപ്പോൾ ഈ ബ്രഷ്ലെസ് സാധനത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഹീറ്റിങ് കുറവായിരിക്കും, അതുപോലെ തന്നെ പവർ കൺസപ്ഷനും കുറവായിരിക്കും, കൂടുതൽ പവർ ഔട്ട്പുട്ട് കിട്ടും നമുക്ക് ഈ ബ്രഷ്ലെസ് യൂസ് ചെയ്താൽ. ബ്രഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ അകത്തേക്ക് ചെളിയും വെള്ളമൊക്കെ കയറാനുള്ള സാധ്യതകളുണ്ട്. കാർബൺ ബ്രഷ് വരുന്ന മോട്ടറുകളാണ്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുമ്പോഴാണ് പറയുക 2 സ്ട്രോക്ക് വണ്ടികളൊക്കെ പോലെ ഹീറ്റ് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോട്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും പവറും പുറത്ത് വരുന്നത്. പക്ഷേ അത്രത്തോളം ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ബാറ്ററിക്കൊക്കെ കേടുവരും, വണ്ടി തൊടുമ്പോൾ തന്നെ പൊള്ളും, പഴുത്തിരിക്കും. ഇതും ഹീറ്റ് ആവും, ഇല്ലെന്നല്ല, നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും ഈ ഒരു ബ്രഷ്ലെസ് ESC വെച്ച് കഴിഞ്ഞാൽ. വില കൂടുതലാണ്, ബ്രഷ്ലെസ് ESC എന്ന് പറയുന്നത് വില കൂടുതലാണ്. നമ്മളിപ്പോൾ ഹോബി ഗ്രേഡ് പുറത്തുനിന്ന് ട്രാക്സസ്, ആർമേൽ, ഓസിയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിലൊന്നും ബാറ്ററി കാണില്ല, ഇതിൽ ബാറ്ററി ഉണ്ട്. ഈ ഒരു കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ കാണിച്ച എല്ലാ സാധനങ്ങളും ഈ വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടും. ഈ ബാറ്ററി അടക്കം 2Sൻ്റെ ഒരു ബാറ്ററിയാണ് കേട്ടോ ഇത്. റിമോട്ടിന് 2 കുഞ്ഞ് ബാറ്ററി മേടിച്ചിട്ടാൽ മതി, ബാക്കി ഒരുവിധം ടൂൾ അടക്കം കിട്ടും. നമുക്ക് ഇത്രയും സെറ്റപ്പിൽ നമുക്ക് ഒരിക്കലും ഒരു ഹോബി ഗ്രേഡ് ആക്ച്വലി പുറത്തുനിന്ന് നമ്മൾ മേടിച്ച വണ്ടികൾക്കൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇത് ആർമയുടെ ഇൻഫ്രാക്ഷൻ്റെ ഒരു കോപ്പിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേ സെയിം ഇൻസൈഡാണ്. അത് നോക്കിയോ, അവരുടെ ഒരു ക്രോസ് ബാർ കണ്ടോ, ക്രോസ് ബാർ കണ്ട, ഈ ചാസിയെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ക്രോസ് ബാറാണിത്. ഇത് മെറ്റലാണ് ഗൈസ്, അതുണ്ടോ, സെൻട്രൽ ഷാഫ്റ്റ് മെറ്റൽ, 4x4 ആണ് കേട്ടോ. ഡിഫറൻഷ്യൽ ഉണ്ട്, ഡിഫറൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കറങ്ങുമ്പോൾ ഇവിടെ കറങ്ങാത്ത. അത് ഫുള്ള് മെറ്റൽ. ഷോക്ക് അബ്സർബർ, ഓയിൽ ഫീൽഡ് ഷോക്ക് അബ്സർബർ, മെറ്റൽ. അതുപോലെ ആർമാക്കൊക്കെ വരുന്ന ടൈപ്പ് പാറ്റേൺ ഒക്കെ കണ്ടോ, ഒരു ഹണിക്കോമ്പ് ടൈപ്പ് ഒരു പാറ്റേൺ. ബാക്കിലത്തെ ഒരു സപ്പോർട്ടുണ്ട്, ഒരു എയറൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ള ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ആർമാക്കൊക്കെ വരുന്ന സെയിം സാധനം. They wanna say my name, but they holding back. They wanna say they hate, but they know it's cap. I ain't playing no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah bitch I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these things I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats as I spread with every word that